കാഴ്ചക്കാരുടെ കണ്ണിന് കുളിർമയേകി മഞ്ഞ വസന്തം തീർത്ത് ക്യാറ്റ്ക്ലോ പുഷ്പങ്ങൾ. കിടങ്ങൂർ കൊമ്പനാംകുന്നിലെ വിജയകുമാറിന്റെ വീട്ടുമുറ്റത്താണ് പുഷ്പങ്ങൾ മഞ്ഞ വസന്തം തീർത്ത് നിൽക്കുന്നത്. നിരവധി ആളുകളാണ് ഈ പുഷ്പ സൗന്ദര്യം കാണാൻ എത്തുന്നത്. കിടങ്ങൂർ കൊമ്പനാംകുന്നിലെ വിജയകുമാറിന്റെ വീട്ടുമുറ്റത്താണ് മഞ്ഞ വസന്തം തീർത്ത് ക്യാറ്റ്ക്ലോ പുഷ്പങ്ങൾ പൂത്തത്. വീട്ടിലേക്കുള്ള നടപ്പാതയോട് ചേർന്ന് മതിൽ പോലെ പടർത്തിയിരിക്കുന്ന വള്ളിച്ചെടിയിൽ നിറയെ മഞ്ഞ പൂക്കളാണ്. ഒരു ഇല പോലും കാണാൻ സാധിക്കാത്ത പോലെ നിറയെ പൂക്കളാണ്. ഒരാഴ്ച മുമ്പാണ് ചെടി പൂത്തത്. ഈ മഞ്ഞപ്പൂക്കൾ കാണാനും സെൽഫി ഷൂട്ടിനും വീഡിയോ എടുക്കുന്നതിനുമായി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. 10 വർഷമായിട്ട് ഇത് പൂവുണ്ട്. 10 വർഷമായി ചെടിയുടെ. അപ്പം പൂവായിട്ട് 4 വർഷം ഇത്ര ആയിട്ട്. നമുക്ക് സാധനം നോക്കുന്നതിൽ തന്നെ വലിയ നോട്ടമൊന്നും വേണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഡെയിലി അത് സൈഡ് നോക്കുക, പന്തലൊക്കെ കയറുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ ആണ്ടിലൊരു തവണ, അതായത് മാർച്ച് ലാസ്റ്റ് പൂക്കും. 4-5 ദിവസം നിൽക്കും. പിന്നെ നല്ല രസമാണ്. ഈ തേനീച്ച വണ്ടൊക്കെ വരുമ്പോൾ നല്ല രസം. പിന്നെ സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. മുല്ലപ്പൂവിൻ്റെ അതേ സ്മെല്ലാണ്. മുല്ലപ്പൂവിൻ്റെ അതേ സ്മെല്ലാണ്. നമ്മളിപ്പോൾ 9ാമത്തെ വർഷം വന്ന് ഇത് കാണാൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതെ, ഞങ്ങൾ ഇവിടെ ഇപ്പം തീർച്ചയായിട്ട് 4 വർഷമായിട്ട് പൂക്കുന്ന സമയത്ത് വരാറുണ്ട്. ഇത് കാണാൻ വരാറുണ്ട്. നല്ല മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണത് വിജയചേട്ടൻ്റെ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. വിജയചേട്ടനല്ല, കൈലാസേട്ടനും ഉണ്ട്. കൂടിയാണ് ഇതിൻ്റെ എല്ലാം. അദ്ദേഹം പാലായിൽ നിന്ന് ഇത് കാണാനായിട്ട് വരുന്നതാണ്. എല്ലാ വർഷവും വിജയചേട്ടൻ്റെ സുഹൃത്താണ്. 3 വർഷമായിട്ട് കാണാൻ വരുന്നുണ്ട്. കാണാൻ വേണ്ടി ഞാനും കുട്ടികളായിട്ട് ഒരു 7 വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ പോകുന്ന സമയത്ത് പിള്ളേരെ വിളിച്ച് ചോദിക്കും എപ്പോഴെവിടെയാന്ന്. എന്നൊക്കെ പിള്ളേർക്ക് വീഡിയോ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും ഇന്നിപ്പോൾ സ്ഥലത്തില്ല, അതുകൊണ്ട് വീഡിയോ ഇട്ട് കൊടുത്തിരിക്കുകയാണ് എല്ലാവരും. വർഷത്തിൽ 2 തവണയാണ് ഈ ചെടി പൂക്കുക. നിറയെ പൂക്കൾ ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത. ഒരാഴ്ച മുതൽ 10 ദിവസം വരെ പൂ അടർന്നു പോകാതെ നിൽക്കും. ശിഖരത്തിൻ്റെ അഗ്രഭാഗം പൂച്ചയുടെ നഖം പോലെ തോന്നിക്കുമെന്നതിനാലാണ് ചെടിക്ക് ക്യാറ്റ്ക്ലോ എന്ന പേര് ലഭിച്ചത്. 10 വർഷം മുമ്പ് കോട്ടയത്തെ നഴ്സറിയിൽ നിന്നാണ് വിജയകുമാർ ചെടി വാങ്ങുന്നത്. നടപ്പാതയോട് ചേർന്നുള്ള കമ്പിവേലിയിൽ പടർത്തിയ ചെടി 3 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ പൂവിടാൻ തുടങ്ങി. ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടായതെന്നും വിജയകുമാർ പറയുന്നു. റോഡിൽ നിന്ന് വീട് വരെയുള്ള 35 മീറ്ററോളം ദൂരത്ത് 6 അടിയോളം പൊക്കത്തിലാണ് ഇപ്പോൾ പൂവേലി ഉള്ളത്. ബൊഗെയിൻവില്ല, ഇലച്ചെടികൾ എന്നിവയുടെ അപൂർവ ഇനങ്ങളും ഇവിടുത്തെ പൂന്തോട്ടത്തിലുണ്ട്. വണ്ടുകളും ചെറുതേനീച്ചകളും തേൻ കുടിക്കാൻ പൂക്കളുടെ ചുറ്റും പാറിപ്പറക്കുമ്പോൾ ഈ മനോഹര ദൃശ്യങ്ങൾ വീടിന് ഇരട്ടിച്ചന്തമാണ് നൽകുന്നത്. അനിൽ കുർച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.